എനിക്കു തരാൻ ഇനിയുണ്ടോ കൂടുകൂടെ ചിരിക്കുന്ന പൊൻപാവ വിശക്കുമ്പോൾ പകരാമോ തൈർക്കലം തൂകുന്ന തൂവെണ്ണ എനിക്കെൻ്റെ ബാല്യമിനി വേണം എനിക്കെൻ്റെ സ്നേഹമിനി വേണം അലയേണമീ കിനാച്ചിറകിൽ. ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ, വൈകുന്നേരം മുതൽ രാത്രി വരെയുള്ള കുറച്ച് സമയത്ത് ഞങ്ങളുടെ വിശേഷങ്ങളാണ് ഈ കാണിക്കുന്നത്. ഞാനൊന്ന് ഇൻട്രോ പറയാനായിട്ടിരുന്നപ്പോഴാണ് ആരൂസും ചേട്ടനും എത്തിയത്. വണ്ടിക്ക് ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവൻ ചെറിയ ശബ്ദങ്ങളൊക്കെ പുറപ്പെടുവിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആ ശബ്ദം കേട്ടപ്പോൾ തന്നെ ഞാൻ ഡോറൊക്കെ തുറന്നിട്ടിട്ടുണ്ടായിരുന്നു. ഇവർ വരുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കഴിക്കാനായിട്ട് ചോറ് കൊടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ആരൂസ് പറഞ്ഞു ഇപ്പോൾ വേണ്ട അമ്മ, കുറച്ച് കഴിഞ്ഞ് മതിയെന്ന്. പിന്നെ ഞങ്ങൾ മൂന്നുപേരും കൂടെ കാര്യമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ്. മോനോട് സ്കൂളിലെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു. രണ്ടുപേരും രണ്ടിടത്താണ് പഠിക്കുന്നത്, അതുകൊണ്ട് തന്നെ ആദ്യം മോനെ വിളിച്ചിട്ട് വരും, അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ പീലിക്കുട്ടിയെ വിളിക്കാൻ പോകുന്നത്. അങ്ങനെ കുറേ നേരം കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്കും നമ്മുടെ കുഞ്ഞു ബേബി എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ ആളെ പോയി എടുത്തിട്ടുണ്ട്. കുഞ്ഞു ബേബി രാത്രി ഒട്ടും ഉറങ്ങാറില്ല. വെളുപ്പിനെ ഒരു 4-5 മണിക്കൊക്കെ ആയിരിക്കും ഉറങ്ങുന്നത്. അത്രയും സമയം വരെ ഉണർന്നിരുന്ന് ചിലപ്പോൾ നല്ല കരച്ചിലായിരിക്കും, ചിലപ്പോൾ വെറുതെ കളിച്ചുകൊണ്ടൊക്കെ കിടക്കും. രാവിലെ ഒരു 7 മണി തൊട്ട് 12-1 മണി വരെയൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചിലപ്പോൾ കിടന്നുറങ്ങാറുണ്ട്. അങ്ങനെ മോളെ ഉറക്കിയിട്ട് വന്ന് മോന് ചോറ് കൊടുക്കാൻ നോക്കിയപ്പോൾ അവന് ചോറ് വേണ്ട, സ്പെഷ്യൽ എന്തെങ്കിലും വേണമെന്ന്. പിന്നെ 2 മാങ്ങ ഇരുന്നത് കട്ട് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ പീലിക്കുട്ടിയെ വിളിക്കാൻ ടൈം ആയതുകൊണ്ട് ചേട്ടൻ മോളെ വിളിക്കാൻ പോയിട്ടുണ്ടായിരുന്നേ. പോയി വന്നപ്പോൾ ചെറിയൊരു കവറുമായിട്ടാണ് വന്നത്. കഴിക്കാൻ എന്തെങ്കിലും വേണമെന്ന് ചോദിച്ചിട്ടാണ് പോയത്. വേണ്ടാന്ന് പറഞ്ഞിട്ടും എന്തൊക്കെയോ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. നോക്കിയപ്പോഴത്തേക്കും വാഴയ്ക്കപ്പവും മോദകം അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നേ. പീലിമോളുടെ കയ്യിലിരുന്ന കവർ കണ്ടപ്പോൾ ആരൂസിന് എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയിൽ ഓടിപ്പോയി പിടിച്ച് വാങ്ങിക്കുകയായിരുന്നേ. ആ ഒരു സങ്കടത്തിൽ കരഞ്ഞ് ബഹളം വെച്ചിട്ടൊക്കെയാണ് വന്നത്. പിന്നെ ഒരു വിധത്തിൽ അങ്ങ് സെറ്റാക്കി എടുത്തു. പലഹാരങ്ങളൊക്കെ കണ്ടപ്പോൾ അരിഞ്ഞുകൊണ്ടിരുന്ന മാങ്ങ അതുപോലെ വെച്ചിട്ട് നേരെ പോയി കഴിക്കാനായിട്ട് എടുത്തേ. ചായയൊന്നും അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ചേട്ടനോടും ചോദിച്ചപ്പോൾ ചായ വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ വെള്ളവും കുടിച്ചു പലഹാരവും കഴിച്ചിട്ടിരുന്നു. കറണ്ടില്ല, അപ്പം ഞാനും പീലിക്കുട്ടി മാത്രമേ ഉള്ളൂ. അല്ലേ പീലി? ഞാനും പീലിക്കുട്ടിയും കുഞ്ഞു ബേബിയുണ്ട്. നമ്മുടെ ലക്കി വാവയുണ്ട്. ചേട്ടനും ആരൂസും കൂടെ. ആരൂസിന് സ്കാറ്റിംഗ് ക്ലാസ് ഉണ്ട്, അപ്പം അങ്ങനെ കൊണ്ടാക്കാനായിട്ട് പോയി. ഞാൻ മാംഗോ ഒക്കെ അരിഞ്ഞു വെച്ചു. കഴിക്കാം. നമ്മളിതാ യൂണിഫോമൊക്കെ മാറ്റി ഫ്രഷായി വന്നിട്ടുണ്ട് അല്ലേ? ഇതാണ് എൻ്റെ കയ്യില് ടോസ്റ്റ് ആയിട്ടിരിക്കുന്ന കേട്ടോ. ബൈ ബൈ. സൺഡേ മൺഡേ പറഞ്ഞേ. സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെഡ്നെസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ. ഇനി ഒന്നുണ്ട്, ഫ്രൈഡേ, സാറ്റർഡേ. പീലി പോകുന്ന സ്കൂളിൽ നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഹൈസ്കൂളിലാണ് പീലി പഠിക്കുന്നത്. ഹൈസ്കൂൾ എജുമേറ്റ അല്ലേ? ഹൈസ്കൂൾ. അവർക്ക് 2-3 ബ്രാഞ്ചസ് ഉണ്ട്. നമ്മൾ പഠിക്കുന്ന പാച്ചല്ലൂരാണ്. അല്ല, മാംഗോയ്ക്ക് എന്തോന്നൊന്ന് ഒട്ടിച്ച് കൊടുക്കണം. പക്ഷെ ഇങ്ങനെ ഒട്ടിച്ചിട്ട് ഇങ്ങനെ പശ ഒട്ടിച്ചിട്ടില്ലേ, ഇങ്ങനെ ഒരു കുത്ത് പോലെ ഇരിക്കണം. ഇങ്ങനെ പശ ഒട്ടിച്ചിട്ട് ഈ പേപ്പർ ഇല്ലേ, പേപ്പർ ഒരു മഞ്ഞ കളർ പേപ്പർ, യെല്ലോ കളർ കണ്ടു വീഡിയോ, ഇങ്ങനെ ഒട്ടിക്കണം. ഒട്ടിച്ചിട്ട് ബാക്കിയുള്ളത് ഇന്ന് പഠിപ്പിച്ച വിശേഷങ്ങളൊക്കെയാണ് ഈ പറയുന്നത്. അവിടെ സ്കൂളിൽ അവർ അന്നന്ന് പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോസൊക്കെ എടുത്ത് ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്ത് തരാറുണ്ട്. അപ്പം നമുക്കറിയാം അവരെന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത്, കുഞ്ഞുങ്ങൾ എന്തൊക്കെയാണ് പഠിക്കുന്നതെന്നല്ലേ. നല്ലൊരു സ്കൂളാണ്. നമുക്ക് അമ്മയുടെ ഫോണ്
എൻ്റെ അമ്മയുടെ ഫോണ്. അമ്മയുടെ വീഡിയോ ഉണ്ട് ഇതിനകത്ത്, നോക്ക്. ഇതിനകത്ത് ഇനി പീലി കളർ ചെയ്യാൻ പോവുകയാണേ. നമുക്ക് പീലിക്കുട്ടി കളർ ചെയ്യുന്നതൊക്കെ കാണാം. നോക്ക്, അമ്മയുടെ ഫോണിൽ സ്ക്വയർ ഉണ്ട്. നമുക്ക് കളർ ചെയ്യുന്ന കാണിച്ചു കൊടുക്കാം. പീലിക്കുട്ടി കളർ ചെയ്യാൻ പോവുകയാണേ. കളറാണ് കൊടുക്കാൻ. ഈ റെഡ് കളറാണ് കൊടുക്കുക. റെഡ് കളർ ഇല്ല, രണ്ടിന് ഇന്ന് മാത്രം ഗ്രീൻ കളർ. അതെന്തിനാ കളർ ചെയ്യാൻ പോകുന്നേ? അതെന്താണ്? ടൊമാറ്റോ. ഗുഡ്. ടൊമാറ്റോ പൊട്ടറ്റോ. പൊട്ടറ്റോ അല്ല, അത് ടൊമാറ്റോ. അല്ല, പൊട്ടറ്റോ ടൊമാറ്റോ എന്നല്ലേ പറഞ്ഞേ. ഓ, അങ്ങനെയാണോ പറയുന്നേ? അതൊക്കെ പഠിച്ചോ? പൊട്ടറ്റോ ഒക്കെ പഠിച്ചോ? പഠിച്ചില്ല. മാമ എനിക്ക് തന്നെ പഠനം എന്നില്ല. ആണോ? പഠനം അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തരുവേ. ഇപ്പം ഇതിനും കളറേ. കുഞ്ഞാവ എഴുന്നേറ്റിട്ടുണ്ട്. അമ്മ പോയി കുഞ്ഞാവ എടുത്തിട്ട് വരട്ടെ. എന്നിട്ട് വീഡിയോ എടുത്താൽ മതി അമ്മ. ഓക്കേ. കറണ്ട് ഇല്ല. അപ്പം ഞാനും പീലി അങ്ങനെ ഇരിക്കുമായിരുന്നു. കുഞ്ഞു വാവ എഴുന്നേറ്റിട്ടുണ്ട്. നമുക്ക് പോയി എടുത്തിട്ട് വരാം. വാവേ ആളിതാ എഴുന്നേറ്റ് കിടക്കുകയാണ്. ഞാൻ ഉറക്കി കിടത്തിയ ആളാണ് ഇപ്പോൾ കയ്യിൽ എഴുന്നേറ്റിരിക്കുന്നത് അല്ലേ? നമുക്കിങ്ങനെ ചരിച്ചെടുക്കുന്നതൊന്നും ഇഷ്ടമല്ല. നമ്മളെപ്പോഴും ഇങ്ങനെ നൂത്തെടുക്കണം. സാരമില്ല, വെളിയിലാവാതെ ചെയ്യണേ. അങ്ങനെ കറണ്ടൊക്കെ വന്നു. ഇനി കുറച്ച് ജോലിയൊക്കെ ഉണ്ട്. വാവയെ ഞാൻ എന്താ ഇവിടെ കൊണ്ട് കിടത്തിയിട്ടുണ്ടേ. ഞാനിവിടെ കിച്ചണിൽ നിന്ന് ജോലി ചെയ്യുമ്പോൾ വാവയെ നോക്കാമല്ലോ. അപ്പോൾ ഞാനിവിടെ കൊണ്ട് കിടത്തിയിട്ടുണ്ട്. ഞാൻ എന്താ ഫാൻ ഇങ്ങനെ സ്പീഡ് കുറച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കി കിടക്കുന്ന കുറച്ച് നേരമൊക്കെ കിടന്ന് കളിച്ചോളും. ചെയ്തോ. ഇല്ല നമ്മുടെ ദോശ ചുടാൻ തുടങ്ങിയപ്പോഴത്തേക്കും വാവ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നേ. ഇങ്ങനെ ആളെ ഉറക്കി കിടത്തിയതാണ്. നമ്മുടെ പീലിക്കുട്ടി ഒരു ടോയ്സ് എടുക്കാൻ പോയപ്പോഴത്തേക്കും ബഹളം കേട്ട് എഴുന്നേറ്റു. അപ്പം എന്തായാലും നമുക്ക് ബാക്കി ദോശ കൂടെ ചുട്ട് വയ്ക്കാം. പീലിക്കുട്ടിയാണല്ലേ വാവ എഴുന്നേൽപ്പിച്ചത്. എന്തിനാ എഴുന്നേൽപ്പിച്ചേ?
എന്തിനു പോയി സൗണ്ട് ഉണ്ടാക്കിയേ? അമ്മ ഈ ലൈറ്റ് ഇട്ടോ, അമ്മ ഈ ലൈറ്റ് ഇട്ടോ. വേണ്ട വേണ്ട, ചീത്തയായി. ഈ ലൈറ്റ് ഇട്ടോ അമ്മ. നന്ദൂടാ. ഞാൻ ദോശയും മുട്ടക്കറിയും വെക്കാമെന്നാണ് വിചാരിച്ചപ്പോൾ മുട്ടയൊക്കെ ഇവിടെ വേവിക്കാനായിട്ട് വെച്ചു. അത് റെഡിയായിട്ടുണ്ട്. ഇനി സവാള അരിയണം, കറി വെക്കണം. സമ്മതിക്കുമെന്ന് അറിഞ്ഞുകൂടെ കുഞ്ഞി പെണ്ണ് അല്ലേ? അല്ലേ വാവേ? സമ്മതിക്കുമോ നീ കറി വയ്ക്കാൻ? അച്ഛനും ചേട്ടനും ഇപ്പോൾ വരും. ഇടയ്ക്ക് പീലിക്കുട്ടിക്ക് ഞാൻ ചോറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് വെച്ച ചോറിൻ്റെ ബാലൻസ് കുറച്ചുണ്ടായിരുന്നു. ചോറും അച്ചാറും മീനും മുട്ടയൊക്കെ പൊരിച്ചിട്ട് ഞാൻ കഴിക്കാനായിട്ടിരുന്നു. ഞാൻ കഴിക്കാനായിട്ട് എടുത്തപ്പോഴത്തേക്കും പീലിക്കുട്ടി എൻ്റെ കൂടെ കൂടിയിട്ടുണ്ട്. അവളെന്താ ഒരു കോഴിമുട്ടയൊക്കെ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫുഡ് കഴിച്ച് കുറച്ച് ഗ്യാപ്പ് കിട്ടിയപ്പോൾ തന്നെ ഞാൻ പെട്ടെന്ന് സവാളയൊക്കെ അരിഞ്ഞ് കറി ഉണ്ടാക്കാനായിട്ട് എടുത്തു. അച്ഛനും മോനുള്ള ദോശയൊക്കെ ചുട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ജോലികളും കൂടെ ബാക്കിയുണ്ട്. അതിനിടയ്ക്ക് കറി സെറ്റായിട്ടുണ്ട്. ഇനി കുറച്ച് പാത്രങ്ങളുള്ളത് കഴുകണം. ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടണം. അങ്ങനെ ഒരുവിധം ജോലിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛനും മോനും എത്തിയിട്ടുണ്ടായിരുന്നു. അവർക്കുള്ള ഫുഡൊക്കെ കൊടുത്തിട്ട് ഇതാ കിച്ചണൊക്കെ ക്ലീൻ ചെയ്തിട്ടു. ഇത് നാളത്തേക്ക് കാപ്പിക്ക് പഴവും പിന്നെ ഫ്രൂട്ട്സൊക്കെ സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. നാളെ സ്കൂളിൽ സ്നാക്സ് ആയിട്ട് കൊടുത്തു വിടാനായിട്ട് ആപ്പിളൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം മാറ്റി വെച്ചു. ഇനി നമുക്ക് കുറച്ച് ജോലി കൂടി ബാക്കിയുണ്ട്. ഇനിയുള്ള ജോലി ഇതാണ്. വരയ്ക്കാൻ അറിയാത്തതുകൊണ്ട് തന്നെ വരയ്ക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചേട്ടനെയാണ് ഏൽപ്പിക്കുന്നത്. നമ്മുടെ പീലിക്കുട്ടിക്ക് നാളെ സ്കൂളിൽ ആൽഫബറ്റ് ഡേ സെലിബ്രേഷനാണ്. പീലിക്ക് കിട്ടിയിരിക്കുന്നത് ലെറ്റർ എ ആണ്. കിട്ടുന്ന ലെറ്റർ വെച്ചിട്ട് ഒരു വർക്ക് ഇതുപോലെ ചെയ്തുകൊണ്ട് പോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഉദ്ദേശിച്ചത് ഒരു ആപ്പിൾ വരച്ചിട്ട് അതിൻ്റെ നടുക്കായിട്ട് എ എന്നുള്ള ലെറ്റർ എഴുതാമെന്നാണ്. സത്യം പറഞ്ഞാൽ ഞാനൊരു സർക്കിൾ വരച്ചാൽ പോലും അത് കറക്റ്റ് സർക്കിളായിട്ട് വരയുന്നുമില്ല. ഞാൻ ആപ്പിൾ എങ്ങനെ വരയ്ക്കും? അതുകൊണ്ടാണ് ഈ ജോലി ചേട്ടനെ ഏൽപ്പിച്ചത്. അതിനിടയ്ക്ക് ആരൂസ്ത ഹോംവർക്കൊക്കെ എഴുതുന്നുണ്ട്. സ്റ്റഡി ടേബിൾ ഉണ്ടെങ്കിലും ആൾക്ക് ഇതുപോലെ തറയിലിരുന്ന് എഴുതുന്നതാണ് ഇഷ്ടം. അവൻ്റെ ഹോംവർക്കൊക്കെ കഴിഞ്ഞപ്പോൾ ഇവിടെ എ സെറ്റായിട്ടുണ്ടായിരുന്നു. ഇനി പെയിൻ്റ് അടിയാണ്. ഈ പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ നേരത്തെ തന്നെ ഹോംവർക്കൊക്കെ എഴുതി സെറ്റാക്കിയത്. ഫൈനലി നമ്മൾ ഉദ്ദേശിച്ച സാധനം കിട്ടിയിട്ടുണ്ട്. ഈ ദിവസവും അങ്ങനെ കടന്നു പോയിട്ടുണ്ട്. ഇനി നന്നായിട്ട് പോയി കിടന്ന് ഉറങ്ങണം എന്നാണെങ്കിലും അങ്ങനെ ഉറങ്ങാൻ പറ്റില്ല. കുഞ്ഞു ബേബിയുടെ മോർണിംഗ് ഇപ്പോഴാണല്ലോ. അപ്പോൾ നമ്മുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.